സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. അന്ന് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു പോകും. ഉമർ തങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ. നിസ്കാരത്തിന്റെ അവ്വൽ സഫിൽ കാണും. വകാന യതഫഖദുഹു ഉമർ ഇദാ ഗാബ. അവർ വരാതിരുന്നാൽ ഉമർ തങ്ങൾ ചോദിക്കും, അല്ല എവിടെ ചെറുപ്പക്കാരൻ എവിടെ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ. ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോഴാണ്, ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് മുമ്പിൽ വന്ന് പെട്ടത്. ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. അജബ്തനി ഇന്നി ഉഅ്ജിബ്തു ബിക. അതിന് പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ, പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ലവ് യു. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉഅ്ജിബ്തു ബിക നല്ല അറബിയാണ്, നല്ല ക്ലാസിക്കൽ ലാംഗ്വേജ് ആണത്. ഉഹിബ്ബുക എന്നൊക്കെ പറഞ്ഞ പോലെ ഉഅ്ജിബ്തു ബിക, എനിക്ക് ഐ ആം മാഡ് ഓഫ് യു. ഞാനാകെ. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹിനെ പേടിക്ക് പെണ്ണെ, അള്ളാഹുവിനെ പേടിക്ക്. ചെറുപ്പക്കാരി പെണ്ണ്, രാത്രിയാണ്, ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലല്ലോ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയുടെ പ്രാന്തപ്രദേശം ഓർത്തു നോക്കുക. മദീന ചെടികളും മരങ്ങളും ഈത്തപ്പനകളുള്ള നാടാണ്. അവിടെ വെച്ചാ ചോദിക്കുന്നത്, എനിക്ക് ഹാജ, എനിക്ക് നിന്നിൽ നിന്നൊരാവശ്യമുണ്ട്. എന്ത് ആവശ്യം? തുസിബ് മിന്നി, എന്നിൽ നിന്ന് നീ എടുക്ക് എന്ന് പറഞ്ഞാൽ നീ എന്നെ പ്രാപിക്ക്, വ്യഭിചരിക്കുക പറഞ്ഞത്. മാതല്ലോ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പക്ഷെ പെണ്ണുങ്ങൾ ഭയങ്കരാണെന്ന, അവർക്ക് ചില ടെംപ്റ്റേഷൻ ഭയങ്കരമാണ്. ഇവര് വല്ലാണ്ടെങ്കിൽ ലൂർ ചെയ്തു ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വീഴാൻ പോവാണ്. ഏറ്റവും വലിയ അത്ഭുതം, ചരിത്രം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് പോലും പരീക്ഷണങ്ങൾ വരുമ്പോ പതറിപ്പോകാം. അതാണ് വിഷയം. നാട്ടിലെ മദ്രസയിലെ ഉസ്താദാ, ഖതീബാണ്, ഖാദിയാണ്, സദറുസ്താദാണ്. അവസരങ്ങൾ ഉണ്ടായാൽ തിന്മകൾ ചെയ്തു പോകുന്നുണ്ട്, അല്ലേ? അവസരങ്ങൾ അള്ളാഹു എക്സ്പോസ് ചെയ്യാൻ, അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കുക, ഒരു മനുഷ്യന്റെ ഈമാനിനെ പരീക്ഷിച്ചു കൊടുക്കാൻ. എംബർമാക്കാരെ കുത്തുബോധാനക്കാരന്റെ സുഖമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഗൾഫുകാരന്റെ പെണ്ണ് വന്നിട്ട് ഉസ്താദെ മന്ത്രിച്ചു തരുമെന്ന് പറഞ്ഞ് റൂമുക്ക് വരിക. ഹറാമല്ലേ അത്? ഹറാമല്ലേ? അതുപോലെയുള്ള ബന്ധങ്ങൾ, അല്ലേ? ചെലകൂടിക്ക് പോവാണ്. എത്ര കേസുകൾ, എന്തൊക്കെ നമ്മൾ എന്തിനായി പല്ലുകുത്തി മണക്കണത്? ഇത് യാഥാർത്ഥ്യമാണ്. എന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടും. നിസ്കരിക്കുന്നവരെ തന്നെ പരീക്ഷിക്കപ്പെടും. അവർക്ക് സംഭവിക്കും ഇത്. ഉമർ തങ്ങൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞത്, ഈ ചെറുപ്പക്കാരന് ഞാൻ നന്മ കാണുന്നുണ്ടെന്നാണ്. ആ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പറച്ചിൽ കേട്ട് അവരുടെ വീട് വരെ നടന്നു പോവാണ്. വീട്ടിന്റെ അകത്തേക്ക്, വാതിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് കഴിയുമെന്ന. പിശാച് ദുർബോധനം ചെയ്യും. പിശാചിനെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വകാന കൈദു ശൈത്വാനി ദഈഫാ. പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണ്. പിശാചിന്റെ എന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ പിശാച് പോയി പോകും. പിശാച് ഓടും. ബാങ്ക് വിളിച്ചാൽ പിശാച് ഓടുന്ന. സുബ്ഹാനല്ലാഹ്. ഓടിയിട്ട് ശബ്ദം കേൾക്കാത്തിടത്ത് പോകുന്ന. ബാങ്ക് വിളി നടക്കുന്ന നേരത്ത് അങ്ങനെ ടൗണിൽ നിന്നൊക്കെ സർവ്വ പിശാചും ഖലീഫ സ്ട്രീറ്റിൽ നിന്നും ജവാദ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഓടിയിട്ട് ഏതെങ്കിലും ഡെസേർട്ടിന്റെ നടുവിൽ പോയി നിൽക്കുന്നുണ്ടാവും, സൗണ്ട് കേൾക്കാത്തടത്ത്. അപ്പ വരും ചെയ്യും. ബാങ്ക് നിർത്തിക്കഴിഞ്ഞാൽ അപ്പ വരും. പിന്നെ മനുഷ്യൻ തന്നെ പിശാചായി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കണ നേരത്തും തിന്മ ചെയ്യും. പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ വാക്കെന്താ? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ, ഇന്ന കൈദകുന്ന അളീം. പെണ്ണുങ്ങളെ, നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഭയങ്കരമാണ്. കൈദ്, ഇന്ന കൈദകുന്ന അളീം. കൈദും മക്റും വ്യത്യാസമുണ്ട്. മക്ർ എന്ന് പറഞ്ഞാൽ വഞ്ചന, കൈദ് എന്ന് പറഞ്ഞാൽ വഞ്ചന. മക്ർ വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. മക്ർ എന്ന് പറഞ്ഞാൽ വഞ്ചനയെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യലാണ് മക്ർ. ശകാദ യകീദു കൈദൻ എന്ന് പറഞ്ഞാൽ വയകീദൂന കൈദൻ വഅകീദു കൈദ. ആ കൈദ് എന്ന് പറഞ്ഞാൽ പ്ലാനുകൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചാ പറയാം. ഫയകീദൂലക കൈദ. കുതന്ത്രങ്ങൾ നടപ്പിലാക്കി കളയും. അവർ പ്ലാൻ ചെയ്ത് നടക്കില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യും.
പെണ്ണുങ്ങളെ പറ്റി പറയാ, ഇന്ന കൈദകുന്ന അദീം. എല്ലാ പെണ്ണുങ്ങളെ പറ്റി അല്ല പറഞ്ഞതെന്ന, ഇങ്ങനെയും പെണ്ണുങ്ങൾ കാണും, നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരമാണ്. ഒരു മെസ്സേജ് വന്നു, ഐ ലവ് യു, പൊന്നാര പെണ്ണെ എനിക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്ത. അപ്പൊ വേറെ അഡ്രസ്സിൽ നിന്ന് വേറെ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു മെസ്സേജ് വരുന്നു, ഇവൻ വേണ്ടാന്ന് വെച്ചു. അത് പിന്നെ വേറൊരു ഫോളോ അപ്പ് ഒരു പിക്ചർ കൊടുത്തയച്ചു, അതും ഡിലീറ്റ് ചെയ്ത് അപ്പോഴേക്ക് ഒരു വീഡിയോ കൊടുത്ത, യാ അല്ലാഹ്, പിന്നെ അവൻ വിട്ടുപോയി. ഇങ്ങനെ മനുഷ്യനെ വീഴ്ത്താൻ പെണ്ണിന് കഴിയുന്ന പിശാചിന്റെ കുതന്ത്രങ്ങൾ ദഈഫ, ഭയങ്കര ദുർബല. ഇതൊന്നും ചെന്ന് പെണ്ണുങ്ങളോട് വേദറിഞ്ഞ് ഓരോട് കുഴപ്പമുണ്ടാക്കണ്ടേ. ഇത് ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞതാ. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഒരായത്ത് ഇത് നന്നായിട്ട് കാണാതെ പഠിക്കൂലേ ഈ ഒരു പോയിന്റ്. ഇങ്ങനെയും പെണ്ണുങ്ങൾ ഉണ്ട് മനസ്സിലാക്കാനാ, ഇങ്ങനെയും സംഭവിക്കും. ഇന്ന കൈദകുന്ന അദീം, ഭയങ്കരാണ്. ചെറുപ്പക്കാരൻ പോയി വീടിന്റെ വാതിലിക്കൽ എത്തി നിൽക്കുകയാണ്. വാതിൽ തുറന്നു, വിചാരത്തിലേക്ക് പോവുക. എവിടെ വന്നത്? പള്ളിയിൽ നിസ്കരിച്ചു വരികയാണ്, ഇശാ നിസ്കരിച്ചു വരുന്ന സമയം. ചെറുപ്പക്കാരൻ, കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ അള്ളാഹു രക്ഷിച്ചു. ഇതേ സംഭവം മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ഒരു പെണ്ണ്, വൃദ്ധയായ ഒരു പെണ്ണ് വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഈ പെണ്ണിന് ഇയാളോട് സ്നേഹം ഉണ്ടായപ്പോ ഇവൾ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോ ഒരു പെണ്ണ് പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ? അവൻ നിസ്കരിച്ചു വരുമ്പോ ഞാൻ എന്തെങ്കിലും ട്രിക്ക് പറയാം. ഇവൾ പറഞ്ഞു, എനിക്ക് ആടിൽ നിന്ന് പാല് കറന്നു തരാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ ആരുമില്ല, ഞാൻ ഒരു വൃദ്ധയായ പെണ്ണായിരുന്നു. വല്യമ്മയാണ് ഇപ്പൊ ഇതിന്റെ പിമ്പിന്റെ പണിയെടുക്കണതെന്ന് അർത്ഥം. വല്യമ്മ പറയാം, ഒന്ന് എന്റെ പാല് കറന്നു വരുമോ, എന്റെ ആടുകളുടെ, അത് അതിലൊരു പ്രതിഫലവും ഞാൻ തരാം. അപ്പോ ചെറുപ്പക്കാരൻ ഞാൻ ഒരു ഉപകാരം ചെയ്യാനല്ലേ, ചെല്ലാം. വീട്ടിൽ ചെന്നു. ആടവിടെ, ആടിനെ അപ്പ കൊണ്ടുവരാന്ന് പറഞ്ഞു. കൊണ്ടുവന്നത് ഈ പെണ്ണിനെയായിരുന്നു. അങ്ങനെ വാതിലടച്ചു. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ ഗ്യാസ് തീർന്നിട്ടുണ്ട്. ഭർത്താവില്ലാത്ത നേരത്തെ അന്യൊരു പുരുഷൻ അത് വീട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഹറാമാണ്. പച്ചേന്ന് ഞാൻ പറയാം. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പുരയിൽ ഒരു മുതിർന്ന ആൾ, അവളുടെ മെഹ്റമോ ഒരു ഭർത്താവോ വാപ്പയോ മുതിർന്ന മക്കളോ കൂടെയില്ലാതെ ഒരു പെണ്ണ് ഒറ്റക്കുള്ള സമയത്ത് ഗ്രോസറിക്കാരനെ വിളിക്കുക, ഇതൊക്കെ മനുഷ്യരല്ലേ? ഗ്രോസറി പണിയെടുക്കുന്ന ആളും ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ആളും മനുഷ്യനല്ലേ? അത്യാവശ്യം ആരോഗ്യമില്ലല്ലേ ഗ്യാസ് പൊക്കാനുള്ള പണിക്ക് നിൽക്കുള്ളൂ. അവൻ എത്ര മുത്തക്കയാണെന്ന് വിചാരിച്ചോട്ടെ. ഏതെങ്കിലും ഒരു പുരുഷൻ അന്യ പെണ്ണിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ മൂന്നാമത് അവിടെ ഒരു പിശാച് വന്നിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നല്ല അവളെ ഒന്ന് കണ്ടത്, അവനെ ഇവളൊന്ന് കണ്ടത്, അവളുടെ ശരീരഭാഗം ഇവനൊന്ന് തൊട്ടത്, അല്ലെങ്കിൽ ഒന്ന് കാണാൻ അവസരം, ഇതൊക്കെ പിശാചല്ലേ? അത് ഒന്നാമത്തെ വരവ്. 2, 3, 4. നീ എന്തിനാ കഥ പറയുന്നത്? ഗ്യാസ് കുറ്റി തീർന്നു, ഉണ്ടാതോടെ ഇരുന്നോ, ഭർത്താവ് വരുന്നവരെ വെച്ച് അത് കാലെ കുട്ടി ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക്. ആദ്യം എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ പറയാം, ദീൻ രക്ഷിക്കാൻ കഴിയൂല എന്ന് ഉറപ്പുള്ളവര് ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചു, ഇവൾ കുട്ടികൾ അവർ ഡോർ അടച്ചവരുടെ വീട്ടിൽ റൂമിന്റെ ഉള്ളിലിരിക്കുകയാണ്. ആള് കൊണ്ടുവന്നു, കിച്ചണിൽ പോന്ന്, ഫിറ്റ് ചെയ്യുന്നു, പോകുന്നു. ഇവർ കാണുന്നില്ല, അറിയുന്നില്ല, ഒന്നുമില്ല. ഇവൾ ഒറ്റക്കാണ്. അവൾ ഒരു റൂമിൽ പൂട്ടിയിട്ടു. ആള് വന്നു, ഫിറ്റ് ചെയ്തു പോയി. ഇതൊക്കെ ആ വരുന്ന ആളെ കാണുകയോ അവിടെ കൂടെ നിൽക്കുകയോ ഇവിടെ നിൽക്കാൻ അവസരം ഉണ്ടാ, ഇതെല്ലാം ഹറാമാണ്, കുറ്റകരമാണ്. വസ്ത്രക്കാരനെ വിളിക്കുക, കുബൂസ് വേണം, ആരുമില്ലാത്ത നേരത്തെ. നമ്മൾ എന്തിനാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആടിനെ പാല് കറന്ന് തരുമെന്ന് ചോദിച്ചാൽ വൃദ്ധയായ പെണ്ണകത്തേക്ക് കൊണ്ടുപോയത് ചെറുപ്പക്കാരനെ. സുബ്ഹാനല്ലാഹ്. വാതിലടച്ചു. പെണ്ണിനോട് കൂക്കി വിളിച്ചു, ഞാൻ തിന്മക്കില്ലേ? പെണ്ണ് വിടാൻ തയ്യാറല്ല. വ്യഭിചാരമെന്ന തിന്മയോടടുക്കുന്ന നേരത്ത് ചെറുപ്പക്കാരന്റെ മനസ്സിലൊരായത്ത് വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ അറാഫിലെ 120 തോന്നുന്നു ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, തഖ്വ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാൻ, പിശാചിന്റെ ദുർബോധനങ്ങൾ എന്തെങ്കിലും മനസ്സിനുള്ളിലേക്ക് കടന്നു വന്നാൽ, ആർക്ക്? ഇന്നല്ലദീന തഖൗ, മുത്തഖീങ്ങൾക്ക്. നിനക്ക് വരും, നമ്മളൊക്കെ മനുഷ്യന്മാരാ.
മുത്തഖീങ്ങളാ. പിശാചിന്റെ ദുർബോധനം കടന്നു വന്നാൽ തദക്കറൂ, തിന്മയുടെ അവസരം വന്നിരിക്കാൻ തദക്കറൂ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഫഇദാഹും മുബ്സിറൂൻ, അവരുടെ കണ്ണുകൾക്ക് പിന്നെ അല്ലാഹു കാഴ്ച നൽകും. അവിടെ ഓർമ്മ വന്നു, റബ്ബേ ഞാൻ അത് ചെയ്യാൻ പാടില്ലല്ലോ. ഈ ആയത്താ ചെറുപ്പക്കാരന് ഓർമ്മ വന്നത്. ഈ ആയത്ത് ഓർമ്മ വന്നത് വലിയ രസം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവിടെ ഓർമ്മ വരുന്നത് മാഹിയിലെ പെൺകുട്ടികളെ കണ്ടുക്കണോ, മറ്റുള്ള ആൺകുട്ടികളെ കണ്ടുക്കണോ, ഈ പാട്ടാണെങ്കിൽ കഴിഞ്ഞു. അള്ളാഹുവിനെ ഓർമ്മ വന്നതാ ഇവിടെ അത്ഭുതം. എന്റെ ഖുർആൻ ഓതി നടക്കുന്ന ചെറുപ്പക്കാരനാണ്, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്ന ചെറുപ്പക്കാരനാ, അപ്പോൾ അവൻ അതേ ഓർമ്മ വരും. ഇതാണ് വിഷയം. അള്ളാഹുവിനെ ഓർത്തു, അപ്പൊ കണ്ണു തെളിഞ്ഞു, ഞാൻ പെട്ടുപോയിട്ടുണ്ടല്ലോ. ചെറുപ്പക്കാരൻ ബോധം കെട്ടി വീഴ. അവിടെ എന്റെ സർവ്വ തിന്മകളും മുമ്പിലില്ലേ, എല്ലാ സാഹചര്യങ്ങളുണ്ട്. താഴെ വീണു, ബോധം കെട്ടി വീണു. അവസാനം ഈ വല്യമ്മ ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനെ പൊക്കിക്കൊണ്ടുവന്നവന്റെ പുരയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വിട്ടെടുത്തു. ആള് ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പൊ വല്യപ്പ വീട് എന്റെ പുറത്ത് ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇരിക്കണ പോലെ വല്യപ്പ ഇരിക്കുന്നുണ്ട്. വല്യപ്പ ചോദിച്ചു, മക്കളെ എന്റെ കുട്ടീനെ എവിടെ നിന്നാ കിട്ടിയത്? അവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുവന്നതാണ്. വെള്ളം തെളിച്ചു. മോനും ലേശം ബോധം വന്നപ്പോ ചോദിച്ചു, മോനെ മാവിക് എന്ത് വെച്ചു മോനെ? പാപ്പ എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. മോൻ എന്ത് പറ്റി? എന്തേ മോനെ സംഭവിച്ചത്? അസുഖാണോ? എന്താണ്? എന്നോട് ചോദിക്കല്ലേ, എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. മോൻ എന്ത് പറ്റി? നിർബന്ധിച്ചപ്പോ പറഞ്ഞു, വല്യപ്പ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പോയിട്ട് ചോദിക്കണം, മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബി, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ച ഒരു ചെറുപ്പക്കാരന് എന്താണ് കിട്ടാനുള്ളതെന്ന് നിങ്ങളൊന്ന് പോയി ചോദിക്കണം ഉമർ തങ്ങളോട്. ആ വിചാരം എന്റെ കൺമുമ്പിലാണ്, ആരും അറിയൂല. നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ഒരു വീട്, ആരുമില്ല, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കമാണ്. പക്ഷെ അള്ളാഹുവിനെ പേടിച്ചു ബോധം കെട്ട് വീണു. പേടിച്ചോടി എന്നല്ല, ബോധരഹിതനായി വീണു. എന്റെ റബ്ബേ, നാളെ മഹ്ശറായി നീ എന്നെ കൊണ്ടുവരുമ്പോ ഈ വ്യഭിചാരത്തിന്റെ കഥ എന്റെ കിതാബിൽ ഞാൻ നിന്നോട് വായിച്ചു കേൾപ്പിക്കേണ്ടി വരുമല്ലോ അടച്ചോനെ. യാ അള്ളാഹ്, എന്റെ കിതാബ്, എന്റെ മലക്കുകൾ ഈ രേഖപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും ഞാൻ തിന്മയിലാണല്ലോ. യാ അള്ളാഹ്, അടുക്കരുതെന്നോ, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന ഖുർആനിന്റെ പ്രയോഗം. അടുത്തേക്ക് പോകരുത്, ഞാൻ അതിന്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞല്ലോ പടച്ചോനെ. ഇത് ചിന്തിച്ച് ബോധം കെട്ടി വീണ പോയ ചെറുപ്പക്കാരൻ വല്യപ്പയോട് പറയാ, വല്യപ്പ എങ്ങാനും സമയം കിട്ടിയാലൊന്ന് ചെല്ലണം, ഉമർ തങ്ങളോടൊന്ന് ചോദിക്കണം എനിക്ക് വേണ്ടി, ഇതിന് വല്ല കൂലിയുണ്ടോ? വല്യപ്പങ്ങ് പോയപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ മരിച്ചു. ഒരു നെടുവീർപ്പ് വിട്ടു ചെറുപ്പക്കാരൻ, അതിൽ മരിച്ചു. അറ്റാക്കായി കോടതിയിലെ സമൻസ് ജയിലിലടക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് വെക്കും അറ്റാക്ക വന്നവരുണ്ട്. ഇതല്ല, എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് ഒരു തിന്മ ചെയ്തില്ല. അതിന്റെ മുഖദ്ദിമാത്തുകൾ ചെയ്തു, അതിന്റെ പ്രാരംഭ കുറ്റങ്ങൾ ചെയ്തു. പക്ഷെ ആ തിന്മയുടെ കൃത്യമായ തിന്മ വിചാരം ചെയ്തിട്ടില്ല. തിരിച്ചു വന്ന ആളാണ്, പക്ഷേ സഹിക്കാൻ പറ്റാതെ മരിച്ചുപോയി. അറ്റാക്ക് സംഭവിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കുന്നത്, മയ്യത്ത് കുളിപ്പിച്ചു. ആ മയ്യത്തിന്റെ അടുത്ത് മറവ് ചെയ്ത് ഫഖാമ ഉമർ റളിയല്ലാഹു അൻഹു ഇൻദ ഖബ്രി, ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗ്ഗമുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ജഅല ഫീ ഉമ്മതി വാഹിദൻ മിസ്ല യൂസുഫ്. ഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ചരിത്രം രേഖപ്പെടുത്താൻ. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ, യൂസുഫ് നബിയെ പോലെ ഒരാളെങ്കിലും എന്റെ ഉമ്മത്തിൽ ഉണ്ടായല്ലോ റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ ചോദിച്ച മറുപടി ചോദ്യം അതാണ്, എന്ത് കിട്ടും ഞാൻ അല്ലാഹുവിനെ പേടിച്ചിട്ടാണ് ഇത് ചെയ്തത്. ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. അല്ലാഹു നമുക്കും ആ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇതൊക്കെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളാണ്, വലിയ വലിയ പരീക്ഷണങ്ങൾ. ആരും അറിയില്ല കേട്ടോ, ഈ പൈസ എടുത്തോ എന്ന് പറയുന്ന നേരത്തും അല്ലാഹ് ഇതെനിക്ക് അനുവദനീയമല്ലല്ലോ. പാർട്ട്ണർഷിപ്പിൽ ജോലി ചെയ്യാൻ, പാർട്ട്ണർമാരായിട്ട് ബിസിനസ് നടത്താൻ, ഈ പാർട്ട്ണർമാർക്ക് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഭയങ്കര രസകരമായൊരു വാക്ക് ഞാൻ വായിച്ചപ്പോൾ ആലോചിച്ച് പടച്ചത് ഇത് ഭയങ്കര പ്രാക്ടിക്കൽ ഉദാഹരണം. അവര് പറയാ, സ്വന്തം ശരീരത്തെ ഒരാൾ വിചാരണ, ഹാസിബു അൻഫുസകും, നിങ്ങൾ ഓരോരുത്തരും അവനവനെ വിചാരണ ചെയ്യണം. എങ്ങനെ? കമാ യുഹാസിബു ശരീഖു
ശരീകഹു, ഒരു പാർട്ണർ മറ്റേ പാർട്ണറെ വിചാരണ ചെയ്യണ പോലെ നിങ്ങൾ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യണം. പാർട്ണർ മൂപ്പര ടാക്സിക്കായിപ്പോ വലിക്കുന്നെടുത്തോ, 10 റുപ്യ ഇവിടെ പോയി, ഇവിടെ ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന ഇടയിലും പാർട്ണർ ചെയ്ത 10 റുപ്യക്ക് അവൻ കണക്കുണ്ടാക്കണം. അവൻ വിചാരണ ചെയ്യാൻ, അയാൾ ചെയ്തത് ആ പൈസ ഉടച്ചവന് എനിക്ക് കിട്ടേണ്ടതായിരുന്നോ, അത് കച്ചവടത്തിൻ്റെതല്ലേ, അത് ഇയാൾ മുക്കിയോ എടുത്തോ. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീക്കിനെ, പാർട്ണറെ, നിങ്ങളുടെ ബിസിനസിന്റെ കൂട്ടുകൂടിയ ആളെ നിങ്ങൾ വിചാരണ ചെയ്യുന്നില്ലേ? സ്വന്തം ശരീരത്തെ അങ്ങനെ വിചാരണ ചെയ്തേക്കണം എന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. ലക ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. തിന്മയിലേക്ക് വിളിക്കുന്ന ആളുകൾ വഴിവെക്കുന്നെന്ന് വിളിക്കുന്ന നേരത്ത് ഞാൻ തിന്മയിലേക്കില്ല എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ചെറുപ്പക്കാർ, അതാണ് ആവശ്യം. തിന്മയിലേക്ക് വിളിക്കുന്ന ചെറുപ്പക്കാരന്റെ കോളോ മിസ് കോളോ അവന്റെ ഫേസ്ബുക്കിന്റെ എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തനങ്ങളോ വീഡിയോകളോ കിട്ടുമ്പോഴേക്കും നിന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോരാമെന്ന് പറയുന്ന പെണ്ണെ, നീ പറയേണ്ടത് എന്താ? ഹറാമാണ് ചെറുപ്പക്കാരെ, ഹറാമാണ്. ഈ ബന്ധം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുവദിച്ചാൽ, നിക്കാഹിലൂടെ നമുക്ക് അള്ളാഹു അനുവദിച്ചാൽ ഒരു കുടുംബജീവനം കിട്ടുമെങ്കിൽ, അല്ലാതെ നമ്മളിൽ പറയുന്നതോ ഈ ഐഡിയകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതോ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതോ നമുക്ക് പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് സർവ്വ ബഹുമാനത്തോടും കൂടെ അള്ളാഹുവിന് വേണ്ടി ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ തയ്യാറുള്ള പെൺകുട്ടികൾ, അത്തരം ആൺകുട്ടികൾ, ഇതാണ് ഉമ്മത്തിന് ആവശ്യം. മിസ് കോൾ കാണുമ്പോഴേക്ക് ഇറങ്ങി പോവുക. സുബ്ഹാനല്ലാഹ്. വിളിക്കാൻ കാത്തിക്ക പോവാൻ, വിളിക്കാത്തോണ്ടോ ആരും കിട്ടാത്തോണ്ടോ നടക്കുക. ഈ +2 അതുപോലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റിക്ക് എത്തേണ്ട 9, 10 ഒക്കെ +2 ഒക്കെ എത്തുമ്പോഴേക്കും ഒരു ഗേൾ ഫ്രണ്ട് ഒരു ബോയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷെയ്മാണത്. അങ്ങനെയാണ്. യാ അല്ലാഹ്, എന്താണ് കാലം. പെൺകുട്ടിക്ക് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നില്ലടി എന്ന് മറ്റുള്ള ചോദ്യം. എനിക്കില്ല. ഈ എന്ത് മണ്ടത്തരം. അപ്പോൾ അവൾ പാടുന്നത് മറ്റേ പെൺകുട്ടികളെ കണ്ടിക്കണ, അവരെ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങളൊക്കെ എങ്ങനെ നടക്കണത്? ഞങ്ങളെപ്പോലും നാവണ്ടേ ഇത് വിളിച്ചു പറയുന്ന പിശാചിന്റെ കോളുകൾ, പിശാചിന്റെ പാട്ടുകൾ, പിശാചിന്റെ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിളിക്ക് ഉത്തരം കൊടുക്കാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിമൻ ഖാഫ്, പേടിച്ചേക്കണം. ഇത് കുട്ടിക്കളിയല്ല. അള്ളാഹു ജീവിക്കാൻ വിട്ട ലോകമാണ്. അള്ളാഹിന്റെ ഓക്സിജന, അള്ളാഹുവിടെ സംവിധാനിച്ച വെള്ളമാണ് നീ കുടിക്കുന്നത്. അള്ളാഹു ചാല വളർത്തിയുണ്ടാക്കിയ ചെടികളിൽ നിന്ന് കിട്ടിയ ധാന്യമാണ് നിന്റെ വായിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ഭക്ഷണം അല്ലേ? ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ കോഡ് ഓഫ് ലോ ഷുഡ് ബി ഫോളോഡ്. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് റബ്ബിന്റെ ലോകമാണ്. അള്ളാഹ് പറഞ്ഞ ഒരു ജീവിക്കാൻ പറ്റുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലത്തെ